കൊല്ലം കൊട്ടാരക്കരയിൽ കോൺഗ്രസ് നേതാവ് ആർ രശ്മിയുമായി BJP ചർച്ച നടത്തി. രശ്മിയെ കൊട്ടാരക്കരയിൽ NDA സ്ഥാനാർത്ഥിയാക്കാനുള്ള നീക്കവും സജീവമാണ്. നിലവിൽ തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നാണ് രശ്മിയുടെ പ്രതികരണം. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്. രാഹുൽ, BJP ചർച്ച നടത്തിയോ? എപ്പോഴായിരുന്നു അങ്ങനെയെങ്കിൽ? നേരത്തെ മഹിളാ കോൺഗ്രസിലേക്ക് പ്രധാനപ്പെട്ട നേതാവായിരുന്നു, നേരത്തെ അവിടെ മത്സരിച്ചതാണ്. എന്താണ് രശ്മിയുടെ നീക്കം? എന്താണ്? എന്തായാലും കൊട്ടാരക്കരയിൽ BJP നിർണായക നീക്കവുമായി മുന്നോട്ട് വരികയാണ്. കാരണം ഐഷ പൂറ്റി കോൺഗ്രസിനായി മത്സരിക്കുമെന്ന് ഉറപ്പായതോടെ തന്നെ ആ തിരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായിരുന്നു. കാരണം KN ബാലഗോപാൽ ഒരു വശത്ത്, തൊട്ടിപ്പുറത്ത് ഐഷ പൂറ്റി എന്ന തരത്തിൽ ഒരു വലിയ മത്സരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ എന്തായാലും ആർ രശ്മിയെ NDA സ്ഥാനാർത്ഥിയാക്കാൻ BJP സമീപിക്കുന്നത്. അത് വളരെ നിർണായകമായ നീക്കമാണ്. കാരണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ലഭിച്ചാൽ ഈ രശ്മിയെ സംബന്ധിച്ച് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഏതാണ്ട് 10,000-ലധികം വോട്ടിന് മാത്രമാണ് KN ബാലഗോപാൽ അവിടെ വിജയിക്കാൻ കഴിഞ്ഞത്. അതിന് തൊട്ടു വർഷം 2016 പരിശോധിച്ചു കഴിഞ്ഞാൽ 42,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഐഷ പൂറ്റിയുടെ വിജയിക്കുന്നത്. അപ്പോൾ കൊട്ടാരക്കര ആടി ഉലഞ്ഞു നിൽക്കുകയാണോ എന്നുള്ള ചോദ്യം ആ ഘട്ടത്തിൽ തന്നെ ഉന്നയിക്കപ്പെട്ടിരുന്നു. എന്നാൽ രശ്മി കൂടി ഇത്തരത്തിൽ ഒരു സമ്മതം മൂളുകയാണെങ്കിൽ കടുത്ത ത്രികോണ മത്സരത്തിന് കൊട്ടാരക്കര സാക്ഷ്യം വഹിക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ തീരുമാനം എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് രശ്മി നമ്മൾ പ്രതികരിക്കുന്നത്. നിലവിൽ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹി കൂടിയാണ്. എന്തായാലും കോൺഗ്രസ് ഐഷ പൂറ്റിക്ക് സീറ്റ് കൊടുക്കുമ്പോൾ സീറ്റിനായി അത്തരമൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ചോദ്യം പ്രസക്തമായി നിലനിൽക്കുകയാണ്. ഒപ്പം അതിന് സമ്മർദ്ദം ചെലുത്താൻ BJPയും ഉണ്ട്. BJP സംബന്ധിച്ച് ഏതാണ്ട് 14%-ലധികം വോട്ടുകൾ നിലവിൽ എന്തായാലും അവർക്ക് കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട്. ആ വോട്ടിനോട് കൂടെ ഈ ജനകീയ മുഖം കൂടി, ആർ രശ്മിയുടെ ജനകീയ മുഖം കൂടി ചേർത്ത് വ്യക്തിപരമായ വോട്ടുകൾ കൂടി സമാഹരിക്കാനാകും എന്ന ചിന്തയിലാണ് BJP ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും തീരുമാനം ഒടുവിലെടുക്കേണ്ടത് ആർ രശ്മി തന്നെയാണ്. ആ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ ആർ രശ്മി കൂടി സമ്മതം മൂളിയാൽ കടുത്ത ത്രികോണ മത്സരത്തിനാകും കൊട്ടാരക്കര സാക്ഷിയാകുക. ശരി, രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കൊട്ടാരക്കരയിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആർ രശ്മിയുമായി ഇപ്പോൾ BJP ആശയവിനിമയം നടത്തിയിരിക്കുകയാണ്.